ആ സംസാരിക്കണ്ടേ മൂപ്പൻ. കാശിദാസ് വെട്ടുന്നു. അതല്ല വെട്ടണ്ടേ എടാ, മട്ടലൊക്കെ സെറ്റ് ആക്കിട്ടോ. അൻഷിഫ് ഇതാ മട്ടലും കൊണ്ട് പോകുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി ബക്കറ്റ് ചിക്കൻ ആണ്. ഇത് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല, ഇത് കത്തി പടരൊന്നും ആർക്കും അറിയില്ല. ഇതാ അവിടെ അശ്വക്ക് അതിനുള്ള കുത്തല്ല സാധനം വെക്കുന്നു. ഇതാ മട്ടലും കൊണ്ട് ജോഷു പോകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ മൂപ്പനാണ് ജോഷുവ. ഞങ്ങളുടെ വയറിലാകും അല്ലെങ്കിൽ വയറിലാക്കും. ക്യാമറമാൻ ഷാനുവിനൊന്ന് കാണിക്കുമോ? ഓമു AGP ഫാൻ. ബാഹുബലി കല്ലുകൊണ്ട് വരുന്ന പോലെയാണ് അശ്വക്ക് 2 മുളക്കഷ്ണം പിടിച്ച് വരുന്നത്. അത് വരാൻ നോക്കിയ എത്താ പോയി. ആ അത് വീട്ടിലുണ്ട്. ഇവിടെ എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്ക. എല്ലാവരും ഉണ്ട് പണിയൊക്കെ എടുത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഒരുത്തൻ കണ്ടോ നിങ്ങള് ഇങ്ങനെ നടക്കുക ഏത് ടൈമിലും. ഇതാണ് ജോഷോ മൂപ്പൻ. ചെക്കനുണ്ടോ ഭയങ്കര കുത്തലാ. ഞാനാണ് ഞങ്ങളുടെ നാട്ടില് കുത്തലാരൻ. ഇതൊക്കെ ഇപ്പൊ പറയാണെങ്കിൽ അപ്പൊ ലിസ്റ്റ് ഇടാൻ പറഞ്ഞിട്ട് AGP ഫാൻ കൊച്ചു. AGP ഫാൻ കൊച്ചുകൊണ്ടപ്പം കൂടുതൽ AGP ഫാൻ ജോമു. ജോമു അല്ല കൊച്ചു. എന്താ കൊച്ചു? ഇതാണ് ഞങ്ങൾ കൊടുത്ത പൈസ. വേക്കന്ന് കണ്ട ഒരു രജനീകാന്ത് കട്ടുണ്ട് അല്ലേ? പക്ഷെ മുമ്പിനൊന്നും ഇട്ടില്ലല്ലോ. മുമ്പെന്ന് കണ്ട കറക്റ്റ് മമ്മൂട്ടിയാ ആള്. തുണി എടുക്കൽ നോക്കിക്കൊണ്ടിട്ടോ. ശരി കണ്ടോട്ടെ ഒരു എടുക്കലുണ്ട്. കണ്ടോ എന്നൊക്കെ കണ്ടിട്ട് തോന്നണേ. ഞങ്ങളുടെ കൂട്ടത്തിലെ ബോസാണ് ബോസ് ഫൈസ്. നൂൽക്കമ്പി അവിടെ ഉണ്ട്. അതിനനുസരിച്ച് ആദ്യം പറയേണ്ടതൊക്കെ ഇതിപ്പോ ഞങ്ങളിഞ്ഞ് ഒരു വായൻ്റെ ഇല വേണം, അത് എടുക്കാൻ പോവാണ്. കൂടെ ബോസ് ഫൈസാക്കി ഉണ്ട്. അൻഷിഫ് കണ്ണി കണ്ട മട്ടലൊക്കെ എടുക്കുന്നുണ്ട്. എന്തിനാണാവോ ഇവിടെ തീ പിടിച്ചോ അറിയില്ല. ഇതാണ് ബോസ് ഫൈസ്. കത്തി ഉണ്ടോ എന്നൊക്കെ പറയരുത് കണ്ടിട്ട്. അവിടെ ജോഷ മട്ടലെടുക്കുന്നുണ്ട്. പിന്നെ പൂക്കി കൊച്ചുണ്ട് അവിടെ AGP ഫാൻ. ജോഷ ആര്യവൻ ആര്യവൻ മട്ടൽ നോക്കി പോയിടുന്നു. ഇതാണ് ഞങ്ങളുടെ ജോമു AGP ഫാൻ കൊച്ചു. കണ്ണിക്കട്ട വായൊക്കെ എടുത്ത് വെട്ടുണ്ട്. ഇതാ ഒന്ന് കിട്ടി. ബോസ് പൈസൊക്കെ ഉണ്ട്. AGP ഫാനെ കൊണ്ട് പറയല്ല, ആള് ഒരു മെഡിക്കൽ കാരണം കൂടിയാണ്. വേറെ വീഡിയോ അടുത്ത് വരുന്നതാണ്. AGP ഫാൻ കൊച്ചുകൊണ്ടൊപ്പം ഷാനു. പോകുന്ന വഴിക്കൊരു അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കണ്ടു. ആരതെന്നറിയില്ല, ഉപയോഗശൂന്യമായ ഒരു സാധനമാണ് അപ്പോൾ ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ബോസ് ഫൈസാക്കാനോടൊപ്പം AGP ഫാൻ ബാക്കിലുണ്ട്. ഓട്ടോക്കാരൻ 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 ബക്കറ്റൊക്കെ സെറ്റായി. ഇപ്പോ നൂൽക്കമ്പി പോടുന്നിട്ട് ഇനി AGP ഫാൻ കൂട്ടത്തില് ബുദ്ധി വളരാത്ത ഒരൊറ്റാണല്ലോ. വെറുതെ AGP ഫാൻ വിളിക്കണത് കാട്ടണുണ്ടോ ലിറ്ററുകള്
ഉണ്ടോ അലൻ ജോസ് പെരേര എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. കാരണം ആ AGP ഫാനാണ് ഇപ്പൊ. തുടങ്ങാനായി പരിപാടികളൊക്കെ ഓല് കുത്താണ്. നെറ്റിലൊക്കെ ഉണ്ട് ഇവിടെ. എന്താ ജോമോ നല്ല കത്തിലെത്തും. ഒന്ന് അടിച്ചു കഴിഞ്ഞു അടുത്ത് എടുത്തു. AGP ഫാൻ പൊട്ടിയ വേണോ പെട്ടെന്ന് പോക്കറ്റ് കിട്ടും. പക്ഷെ ഇവന്റെ ഒരു 70 Pro ഉണ്ട്. ഫുൾ ഐഫോൺ കാര്യങ്ങളെ പറയുള്ളൂ. എടപ്പാള് കുറച്ച് സീന രണ്ട് ബൂട്ടാണ് അവിടുന്ന് പോയത്. പറയാൻ പറ്റൂല. എന്നിട്ട് ഞാൻ പുതിയ മേടിച്ചിരിക്കണം. ഞാൻ എന്തായാലും അധികം കൊടുക്കാൻ വിചാരിച്ചില്ല. എല്ലാരും ജോമോളാണ്. വായ വെട്ടിയ കേസാണ് രണ്ടാളും. ഒരു പണി എടുക്കൂല, വെറുതെ വന്ന് നിൽക്കുക. കണ്ടോ 2 ഫോൺ ഐഫോൺ. കണക്ഷനാണ്, സിന്തറ്റിക് ആണ്. വിറകില്ല, വിറക് തപ്പാൻ പോവാണ്. മൂപ്പനുണ്ട് കൂടെ. വിറക് എവിടെയും കാണുന്നില്ല. അത് കാണുകയാണെങ്കിൽ ഒന്ന് പറയും. ഇപ്പൊ ഇതൊക്കെ എടുത്തോ, ഒക്കെ സാധനങ്ങളാണ്. എന്താ മമ്മൂട്ടി വേറെ സാധനം ഉണ്ട്. വിറക്കുണ്ടോ അതില്? അത് കിണറാണല്ലോ അല്ലേ? നിഗൂഢമായ ഒരു പെര. ഇടക്കിപ്പം വരലുണ്ട്, എന്തിനാന്ന് അറിയില്ല. ഇടക്കിടക്ക് അങ്ങനെ വരുന്നതാണ്. നിഗൂഢമായ പെരയിലേക്ക് ഒരു യാത്ര. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? കാഴ്ചകൾ നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് ഇവിടുത്തെ അവസ്ഥ? ആരൊക്കെ എന്തൊക്കെയോ സംഭവിച്ച ഒരു സ്ഥലമാണിത്. ആരൊക്കെ എടുത്ത് വരും? 4 വറക്ക് കൊടുത്തോ. നമ്മളെ ചിക്കൻ എത്തി. ഷെഫ് പിള്ളായി അനസ്. അനസിന്റെ സ്പെഷ്യൽ മസാല ഒക്കെയാണ്. കിട്ടുന്ന സാധനം ഇന്ന് നമുക്ക് പൊളിച്ചു പോവും. അമ്മാര് സാധനം ഇത് ചന്തിയല്ല, ഇത് തലയാണ്. അത് ഇറങ്ങി പോണതാ. നല്ലൊരു കോല കിട്ടിയിട്ടാ. ഇതല്ല ശരിക്കും കോയില്ല. സ്വകാരണ ചെറിയൊരു ഇതുള്ളൂ കാലിന്. കോയി ഞണ്ടി പോയിന്. കോഴി കഴിഞ്ഞോ നായ്ക്കളെ ഞാൻ ഞൊണ്ടിക്കാണ്ടെങ്കിലും ജീപ്പേ. നിങ്ങൾ എന്താ ഞാൻ കൂടെ കുടുങ്ങിങ്ങനെ പോയി. ബോസേ അവിടെ പോയിരിക്കും. ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് കേറുന്നില്ലത്. ഉപ്പ് നോക്കിയൊക്കെ വെച്ചോ, കറക്റ്റാണ് നോക്കാം. ಸ್ವಲ್ಪ ಬಿಸಿ ಜಾಸ್ತಿ
ഈ കട്ട് റോഡ് കൂടെ നമ്മളൊരു മുതലോട് നിൽക്കുന്നത് ഇമ്മാരി റോഡ് വഴിയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ സാധനം കൊടുക്കുന്നു. ആർക്കും അങ്ങനെ കയ്യൊന്നുമില്ല അതിന്. ഇമ്മാരി റോഡ് കൂടെയാണ് നമ്മൾ ഈ മുതലിൽ ഇങ്ങനെ കൊടുക്കുന്നത്. സാധനം കണ്ടോ? ഉള്ള പണിക്കാരനാണ് കൊച്ചു. എപ്പോഴും അപ്പുറത്ത് പറമ്പിലേ തോട്ടുള്ളൂ. മുണ്ടല്ലറ നായ്ക്കളല്ല കമ്പിമ കയറ്റി ഇതാക്കണ വാസന ഇരിക്കണേ. മെയിൻ അൻഷിഫ് എല്ലാവരും ഉണ്ട്. പരിപാടി തുടങ്ങുകയാണ് നമ്മള്. കമ്പി കെട്ടി തുടങ്ങി. എനിക്ക് തോന്നി എന്റെ തൊള്ളന്റെ വരാ ഒറ്റക്കും കുറച്ച് ബുദ്ധിയാ. ഇടക്കിടക്ക് വന്നിങ്ങനെ തോന്നുന്നുണ്ട്. ഇതിപ്പോ കുട്ടികൾ തോന്നുണ്ടാവും. ബക്കറ്റ് വെക്കുകയാണ് ഗായ്സ്. ഇതാ നമ്മൾ പരിപാടി തുടങ്ങുന്നത്. പക്ഷെ ഭയങ്കര കാറ്റാണ് മക്കളെ. നമ്മൾ ബക്കറ്റ് വെക്കാണ്. കൊച്ചു AGP ഫാൻ. തുടങ്ങി നമ്മൾ അടുത്ത സാധനം മസാല കിട്ടല്ല. മസാലയാണ് അനസ് സ്പെഷ്യൽ മസാല. ഒരു കോഴിന്റെ പുള്ളിന്റെ ഓട്ടം ഇറങ്ങി കോഴി കത്തും. വള്ള കടന്ന് കത്തും. എല്ലാം നമ്പർ സെറ്റല്ലേ? പക്ക ചിക്കൻ രണ്ടാം ഘട്ടം എന്താ റെഡി ആയിരിക്കുന്നു. കൊച്ചോ കല്ലുവച്ചു തുടങ്ങാണ്. ഇനി കത്തിക്കൽ പരിപാടിയിലേക്ക് കടക്കാം. ചേർത്ത പരിപാടിയാണ്. കത്തിക്കൽ പരിപാടി തുടങ്ങാണ്. നമ്മൾ പരിപാടി ബക്കറ്റ് ചിക്കൻ കത്തിക്കൽ പരിപാടിയാണ്. പണിയൊക്കെ എടുക്കുന്നുണ്ട്. ഇവരൊക്കെ പണി എടുക്കുന്നുണ്ട്. കണ്ടോ? ഇതാ ഒരുത്ത നിൽക്കണുണ്ടോ? വെള്ളം വെള്ളം എടുക്ക വേണ്ടിട്ട ആളി കത്തു. അങ്ങനെ പറമ്പാണ് അതൊക്കെ. ഇതാണ് ശരിക്കും പറ്റോ നമ്മളെ ഇന്നത്തെ പരിപാടി ബക്കറ്റ് ചിക്കൻ. സാധനങ്ങളൊക്കെ കയറ്റിക്കോ. ആളി കത്തിച്ചിട്ടെ. ഫിറോസ് ചെട്ടിപ്പാറ കുന്നമറമ്പിലോ എന്താ പൈസ പിന്നെ കാണുന്നതൊക്കെ വെട്ടണെന്താ ബോസ് പൈസ ആക്കാം.
പെരുങ്കാറ്റാണ് പെരുങ്കാറ്റ്. ഇതിലാണ് നമ്മള് ബക്ക ചിക്കൻ ചൂടുന്നത്. ഈ കാറ്റത്ത് നമ്മള് ബക്ക ചിക്കൻ ചൂടും. ഇതാണ് നമ്മുടെ ഇത് ബോസ് പൈസാക്കാം. ഞങ്ങള് ചൂടാൻ എന്ത് തീരുമാനിച്ചാലും നമ്മള് ചുട്ടിരിക്കും. നമ്മൾക്ക് ഈ കാറ്റ് ഇതൊന്നും ഒരു വിഷയമല്ല. അരമണിക്കൂറുള്ളിൽ നമ്മൾ ഇത് ചുട്ടിരിക്കും. നമ്മള് ചൂടും, അരമണിക്കൂർ ചൂടൂലേ? എന്ത് കാറ്റുണ്ടായാലും നമ്മള് ചൂടും. അതാ അത്രേ ഉള്ളൂ. 4:30 ആകുമ്പോ ചൂടും. ടൈം 4 മണി ആവണുള്ളൂ. ടൈം 3:38 കാണില്ലേ? 4:15 ആകുമ്പോ സാധനങ്ങൾ തിന്നണ കാണിച്ചരാ. ടൈം ഇതാ 3:38. 4:30 ആകുമ്പോ തിന്നണ കാണിച്ചാ കേട്ടോ. പൊറാട്ട ഞങ്ങൾ കൊണ്ടുവരാനിപ്പോ പോയി പള്ളിപ്പടി കൊണ്ടുപോവാ. ഓൻ കുറച്ച് കഴിഞ്ഞാൽ വരത്തുള്ളൂ. ഓൻ കുറച്ച് കഴിഞ്ഞാൽ എത്തുള്ളൂ. ചോപ്പെത്തൊന്നുമില്ലല്ലോ. നല്ല കാറ്റാണ്. പക്ഷെ ഞങ്ങള് കത്തിച്ചും ചൂടും. കൊച്ചു വലിയ കാര്യം കാണിക്കുന്നേ. എല്ലാ സൈഡും ഒരേപോലെ കത്തണം. അതെ നമ്മളെന്തേ പറഞ്ഞ മറ്റല്ലേ ഇതൊക്കെ ഉണ്ടാവും. മയിലന്മാരൊന്ന് നിൽക്കിങ്ങൾ ഇവിടെ. ബന്ധം കൊളുത്തിയാലോ? ചോലെന്താ പറഞ്ഞേ? ചോലെന്താ പറഞ്ഞേ? കൊണ്ടുവരാൻ പറയില്ലേ? അവിടുന്ന് കൊണ്ടുവരാൻ പറയാം. എന്തായാലും പോകുന്നില്ല. കത്തി എന്ത് ഗായ്സ് കത്തിന്ന് ഇനിയാണ് നമ്മൾ മെയിൻ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഈ കളിയാണ്. ആകെ പറമ്പാണ്. നോക്കി കണ്ടു ചെയ്യാ. കത്തോ വരാൻ പറ്റില്ല. ആകെ വെള്ളം ഒഴിച്ചാണ് സൈഡിൽ കൂടെ ഒക്കെ. പറയാൻ പറ്റില്ല. കത്ത് കഴിഞ്ഞാൽ മൂഞ്ചി ജോൻ ചോത്തമാരാവും. ഓ എന്താ ചൂട്. ഓ പൊല്ലങ്കത്തിലാട്ടോ. ഇതാക്കണം നമ്മളെ കത്തി. ഇതാ ഒരു മടക്കിളി കാണിച്ചതാണ്. സൈഡ് കത്തി കഴിഞ്ഞാല് വെള്ളം ഒഴിക്കാൻ താളം നമ്മൾ നിർത്തിയേക്കണ്. ചാൽ തന്നെ നിർത്തിക്കാണ്. ഇവിടുന്ന് കയറ്റണില്ല. വാട്ടർ അതോറിറ്റി. ബക്ക ചിക്കന് അനച്ച ടൈം അറിയില്ല എനിക്ക്. കാറ്റ് നോക്കി. ആ കാറ്റത്തെ കത്തണുണ്ടോ? പെരുങ്ങോട്ടെ കാറ്റ് പാങ്ങട്ടോ.
ചൂട് പറയാം അശ്വക്കിന്റെ പുതിയ ടെക്നിക് അടുത്ത് കത്തിക്കാല്ലേ വാങ്ങാൻ പറഞ്ഞ ഓരോ നോക്കണ്ടേ പറയണ്ട വാങ്ങില്ലോ പറഞ്ഞല്ലേ അതൊക്കെ വെട്ടിയാൽ മതി അറിയൂല മറ്റുണ്ടാക്കിയ സീനായിന് ഗ്രില്ല് നല്ല കാറ്റുണ്ടായിക്കൊണ്ടേ വീശേണ്ട ആവശ്യമില്ല. അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ. അതാ പാളി വരുന്നുണ്ട് സൈഡ് കഴിക്കാൻ പോകുന്നു. ഞാനും നീ എന്ത് ഡ്രസ്സായിട്ടേക്കുന്നേ? മഞ്ഞയാ? ഞാനും മഞ്ഞയാ. വിഷ്ണുവേ എടാ കച്ചറകളൊക്കെ എടുത്തിട്ടോ. ഞാൻ പറഞ്ഞല്ലോ അതാക്കണോ അവിടെ. 4:20 പൊന്തിച്ചു നോക്കാം. കുറച്ച് പൊന്തിച്ചോ. എന്തായിക്കണെന്ന് ആർക്കറിയാ. അതാ പൊക്കുന്നു. ഇതൊന്ന് സെറ്റായി പൊളിയാണ്. അടുത്ത നോക്കാം. ഉള്ളില് പച്ചതി അടുത്തെടുത്ത് കൊച്ചെടുക്ക. അടുത്തെടുക്കേ. എടാ ബക്കറ്റിന്റെ പച്ച സാധനം ഉണ്ടാവും. ഇത് ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇവിടെ ഒന്നും ആയിട്ടില്ല. ഒന്ന് കുത്തി നോക്ക്. അത് കറക്റ്റ് പണ്ടുണ്ടോ ചളി നോക്കട്ടെ. ചളി നോക്കാം. വെച്ചോ. അല്ല 3 പൊറാട്ടി വെക്കല്ലതാണ്. ആ ഭാഗം പിടിച്ചു നോക്കാൻ. ചൂടുണ്ടോ? ഇതൊക്കെ മാറ്റിക്കാ അത് മാറ്റി ഒന്നൂടി പൊക്കും. കിട്ടും. സാധനം കിട്ടും. ഇത് അയില മീനയിക്കണ്. അതെങ്ങനെ നല്ല മസാല കഴിക്കണ്ടോ? ഇതിന്റെ കൂട്ട് മാറി വീഡിയോ എടുക്കും. ഫുള്ള് ആണോ? മനസ്സേ ആയിക്കോട്ടെ. കരിഞ്ഞു വെക്കുന്നുണ്ട്. ഇറങ്ങിക്കോ. അവിടെ ചളിയുണ്ട്. അതിന്റെ മേലക്ക് വീഡിയോ എടുക്കണ്ടേ? അടിപൊളി. ഏത് മറ്റേ അല്ലേ? ഇത് കുറച്ച് കരിഞ്ഞു മതി. നമുക്ക് ഇരിക്കാനോ? ഇതോ ഇരിക്കാൻ പോയിട്ടില്ല. മസാല കുറുക്കിയത് മതിയടാ. വാടാ
മയോണൈസ് അയിമക്കൂടെ ഒഴിച്ചാ ഒച്ചോ നമ്മൾ 4:30 പറഞ്ഞേ ആവണുള്ളൂ 4:30 തിന്നണ കാണണം മയോണൈസ് അങ്ങനെ ഒഴിച്ചണ്ട അവിടെ വെച്ചാ മതി ഒഴിക്കണ്ട അങ്ങനെ വേണ്ട വീഡിയോ എടുക്ക് ഷാനോ ഇങ്ങനെ എടുക്കേനി അത് വന്നിട്ടേ നമ്മള് തിന്നുള്ളൂ. അങ്ങനെ ഒഴിച്ചണ്ട അതാണ് മാറ്റിച്ചാടാ കറി പോയിക്കല്ലേ ഇതെന്താ സാധനം ഇതും വെച്ചോ ആരുന്ന കുഞ്ഞാക്കച്ചി വെക്ക് നല്ല വെക്ക് പൊറോട്ട വെച്ചിട്ടില്ലേ വെക്ക് കുഴപ്പമില്ല വെക്ക് അവിടെ ഇരുന്നോ ഔന്റെ മോനെ ഇവ ഇത്രയും വലിയത് ഇവിടെ ഇരിക്കുന്നോ ഒഴിച്ച പുള്ളി മൂട് ഇതും ഈ സാധനം മിക്സ് അഭിപ്രായങ്ങൾ പെട്ടെന്ന് പറയൂ. ഓ പൊളി സാധനം വിശ്വസാനം കഴിച്ചിട്ടില്ലെങ്കിൽ വിഷയം അടിപൊളി കിടിലോ സാധനം എന്തോ പറ ചേട്ടാ 3:30 ടൈം നോക്കിട്ടോ കറക്റ്റ് 3:30 5 മണിക്ക് എല്ലാരും എത്താറുണ്ട് മറ്റൊരു സാധനം പറയും അടിപൊളി പൊളി സാധനം എങ്ങനെയുണ്ട് രതീഷ എങ്ങനെയുണ്ട് ചിക്കന്റെ അതേ ടേസ്റ്റ് ഇങ്ങോട്ട് വരണ്ട ആരും കുടിക്കാൻ പേറും സോസ് വേണേ പറയുക എന്താ വേണ്ട നമ്മൾ പറഞ്ഞ ടൈം 2 മിനിറ്റ് ഇതായി കഴിച്ചാൻ കൊടുക്കാ ഒരു പൊടി കൊച്ചൊരു കടി ഒരു ഇതാൻ കൊടുത്താ കറുത്ത ചുണ്ണി ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ എന്തെങ്കിലും ഷാനു എനക്കെന്താ പറയാല് കിളിപ്പച്ച സാധനം ഈ സൺഡേ കൊണ്ടുപോയി അതെ ബക്കറ്റും ഉണ്ട് ബക്കറ്റൊക്കെ എവിടെ ഷാനപ്പുണ്ടെ ബക്കറ്റ് കഴിക്കുന്നോട്ടോ. അപ്പൊ കഴിച്ച് നമ്മളെ അപ്പൊ ഗായ്സ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. കൊച്ചു വൈൻഡപ്പ് ചെയ്താ വന്നാണ്ട് ഇങ്ങോട്ട് വാ പറ
എന്താ പറയാ പറയാ വൈൻഡപ്പിന്റെ കറേ അതിന്റെ പിന്നെ എന്താ പറയാ ഇത്രയും അത് ഷാനു അറിയും ക്യാമറമാൻ കഴിഞ്ഞ് മതി ഇഞ്ഞെന്താ നമ്മളെ ഇഷ്ടമായ എന്ത് വൈൻഡപ്പ് പറയേ അപ്പൊ നമ്മളെ ബക്ക ചിക്കൻ പരിപാടി ഇതോടെ അവസാനിച്ചിരിക്കുന്നു പൂർത്തിയാക്കിയിരിക്കുന്നു അടിപൊളി 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 അവിടുത്തെ പരിപാടിക്കായി 5 മണിക്ക് അനച്ച് ക്ഷണിക്കുന്നുണ്ട് ഇനി എന്താണാവോ ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ടുപോയില്ല അടിപൊളി പിന്നെ പിന്നെ എന്താ പേര് റാഷിന്റെ നിക്കാഹ് പിന്നെ ടി കെ കോളനി അല്ല സോറി കേരള കുണ്ട് അത് കഴിഞ്ഞിട്ട് ടർഫില് നല്ലൊരു കളി അത് വിജയിച്ചിരിക്കുന്നു ഞങ്ങൾ. ഇന്ന് വെല്ലുവിളിക്കുണ്ടാവും. ഇന്ന് വെല്ലുവിളിക്കാൻ ടീമില്ല, അനസിന്റെ ടീമില്ല. അനസുണ്ടോ? എന്നാ പറ. ഒറ്റ ഒന്നിനല്ല 2 പേർക്ക് ജയിച്ചിക്കാണ് ഞങ്ങള്. വിജയം തോൽവി അടുത്ത കളി ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരും. വെല്ലുവിളിക്കുന്നുണ്ട്, വരുന്നില്ല. ഉണ്ടോ? അതിനില്ല. ആഫ്രിക്കക്കാരുടെ എന്തും മതിയാക്കി തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ. എല്ലാ കാര്യം തരാ. നമ്മളെ പരിപാടിന്റെ എൻഡിങ് ആണ്. അവിടെ എടുക്കാം. ഹലോ, ബക്കറ്റ് മോറുന്നുണ്ട്. വാട്ടർ അതോറിറ്റി ജോലി കഴിഞ്ഞു. നാളെ 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 നീ അതുകൊണ്ട് അതോടൊന്നോട്ടെ. അത് പട്ടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നക്കാൻ വരണ്ടേ? അതാ ആടുന്നോട്ടെ, നോക്കണ്ട. അഞ്ഞൂറ്റി പൈസ അപ്പം നമ്മളെ പരിപാടി തീർന്നു. എല്ലാവരും പോവാണ്. എല്ല് കൊണ്ടുപോകാൻ ജോയലിനെ അവിടെ ഒരു പെലയാടി ഓണടിച്ചു. നമ്മളോട് പോകണം. ഓഫ് റോഡ് വഴിയാണ് പോകുന്നത് തിരിച്ച്. ഇത് നമ്മളന്നത്തെ പടക്കുതിരയാണ് കേട്ടോ. കയറിക്കോളിയും ഇതാണ് നമ്മള് ഇടാൻ വന്നത്. അതിൽ കൂടെ ഓട്ടോറിക്ഷയും വന്നത്. ഓട്ടോറിക്ഷ ഇതിൽ വന്നു. നമ്മളിതിൽ പൂന്തയില്ല. ഇതിൽ പോയ പൂന്തൂലേ? ശരിക്കും ഇതിലേനും ഇപ്പൊ ശരിക്കും വയ്യേ ആയിക്കൂടെ പോലും. ഓട്ടോറിക്ഷയും കൊണ്ടോ ഇതിലെ പോകുന്നത് ചേട്ടാ. അവിടെ എന്തോ കാട്ടുണ്ട്. നമ്മള് എടുത്തെത്തി. അപ്പോൾ പരിപാടി തീർന്നു. നാട്ടെ റൂട്ടിലെത്തി.